വൈകുന്നേരം വീടെത്തി ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എന്താ ഇപ്പോൾ കറി വെക്കുക. അപ്പോഴാണ് 2 പൂളക്കിഴങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടാ. ഇത് നന്നാക്കിയെടുത്ത് സ്റ്റൂ വെച്ചാൽ നമുക്ക് ദോശയ്ക്കൊപ്പം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതും കൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കത്തിയും കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ കൊത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പണ്ടൊരിക്കൽ അതുപോലെ പൂളക്കിഴങ്ങ് നന്നാക്കിയപ്പോൾ ഉണ്ടല്ലോ, കത്തി പൂളക്കിഴങ്ങിന്ന് വഴുതിയിട്ട് എൻ്റെ കൈയാണ് പൂളയ്ക്ക് പകരം തൊലിച്ചു പോയത്. അതുകൊണ്ട് ആ ഓർമ്മ എനിക്ക് നല്ലോണം ഉള്ളതും കൊണ്ടും ഞാൻ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഈ മുഖം കൂമം കുത്തിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ശ്രദ്ധയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂളക്കിഴങ്ങ് 2 ദിവസത്തെ പഴക്കമുള്ളതും കൊണ്ട് തന്നെ നമ്മുടെ കൈ കിട്ടിയിട്ടുള്ള പഴക്കമാണ് പറഞ്ഞത് കേട്ടോ. ഒരെണ്ണം മാത്രമേ നമുക്ക് ശരിക്കും കിട്ടിയുള്ളൂ. മറ്റേ കിഴങ്ങാണെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ പൂളക്കിഴങ്ങൊക്കെ നന്നാക്കിയിട്ട് കയറും പോക്കി 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ കറിവേപ്പിൻ്റെ ചൊട്ടി പോയപ്പോൾ ഇല കൊഴിഞ്ഞ കറിവേപ്പിന്ന് എവിടെ നിന്ന് എനിക്ക് കറിവേപ്പില കിട്ടാനാ. പിന്നെ ചുറ്റും ഇങ്ങനെ പരതി നോക്കിയപ്പോൾ കുറച്ച് മൂത്ത ഇലയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2-3 ഇല്ലിന്ന് ഇല ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ്. കൊത്തിയരിഞ്ഞ കിഴങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് നമ്മൾ വേവാൻ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ദോശമാവ് ഇന്ന് രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയായിട്ടുണ്ടാവും എന്നൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പറായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട എനിക്കിങ്ങനെ ശരിയാവാറേ ഇല്ല ദോശമാവ് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതെല്ലാം ശീലിച്ചതും കൊണ്ട് എല്ലാം ശരിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൂളക്കിഴങ്ങിക്ക് ചേർത്താൻ വേണ്ടിയിട്ട് തേങ്ങ വേണമല്ലോ, തേങ്ങാപ്പാൽ എടുക്കാൻ. ഇഷ്ടമാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത്, അതായത് സ്റ്റൂ. തേങ്ങ ഉടച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചൂട്ടി തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞ് ക്ലാസ്സും കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ തേങ്ങാവെള്ളം അവന് കൊടുത്തു. കുക്കർ അടുപ്പിൽ വെച്ച് തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി വെളിയിൽ പോയി അച്ഛന് തേങ്ങാവെള്ളം കൊടുത്ത് തിരിച്ച് വന്നിട്ട് നമ്മുടെ കുക്കറിന് ആവിയൊന്നും വരുന്ന കാണാനില്ല കേട്ടോ. അതായത് വിസിലൊന്നും വരുന്ന കാണാനില്ല. എന്തായിരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരു മണം ഇങ്ങനെ വരും, നല്ല കരിഞ്ഞ മണം. അപ്പോൾ പതുക്കെ തീയൊന്നൊക്കെ ഓഫാക്കിയിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല കരിക്കട്ട പൂളക്കിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ അടിയാണെങ്കിൽ കറുത്ത് കുളിച്ചൊരു വിധവുമായിട്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതിന് ഒരെണ്ണെടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം വെന്തിട്ടൊക്കെ ഉണ്ട്. വിസിൽ വരാത്തതിൻ്റെ കുഴപ്പമാണ് ഉണ്ടായിരുന്നത്. അതായത് തേങ്ങ ചിരകി വെച്ചാൽ തേങ്ങാപ്പാൽ ഇത് വെന്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മുടെ സ്റ്റൂ റെഡി ആകുമായിരുന്നു കേട്ടോ. കപ്പ സ്റ്റൂ റെഡി ആവുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഇത് കരിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ചുട്ട കിഴങ്ങ് പോലെ കഴിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, ദോശക്കല്ല് എടുത്തങ്ങ് അടുപ്പിൽ വെച്ചുട്ടാ. എന്നിട്ട് ദോശ ഉണ്ടാക്കി. എനിക്ക് ആ ജ്യൂസിനും ഒരു 2 ദോശ ഉണ്ടെങ്കിൽ മതിയല്ലോ. ഒരു ഉള്ളി എടുത്തിട്ട്, ഒരു വലിയ ഉള്ളി സവാള എടുത്തിട്ട് ഒരു ചട്നി അങ്ങ് ഉണ്ടാക്കി. ചട്നിയല്ല, ഉള്ളിച്ചമ്മന്തി. ഇതാണ് അച്ചൂസിന് നല്ല ഇഷ്ടം കേട്ടോ. സ്റ്റൂ ഉണ്ടാക്കിയാലും അവൻ കഴിക്കില്ലായിരുന്നു. എന്നിട്ട് ആ ഉള്ളിച്ചമ്മന്തി ദോശേൻ്റെ മുകളിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഇതേ സാൻഡ്വിച്ച് പോലെ ചുരുട്ടിയെടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും സ്റ്റൂ പാളിപ്പോയി.